ടീച്ചർ നമ്മൾ തമ്മിൽ കുറേ വർഷത്തിന്റെ പരിചയമുണ്ട്. ടീച്ചറിന് എത്ര വയസ്സിലാണ് ഞാൻ വന്നതെന്ന് ടീച്ചറിന് ഓർമ്മയുണ്ടോ? വയസ്സായി ഒന്നും ഓർമ്മയില്ല. 3 വയസ്സില്. അതെ, മൂന്ന് വയസ്സിലാണ് 3 വയസ്സിൽ വന്ന് വരുന്നത്. 3 വയസ്സിൽ വന്നതാണ്. വർഷം കുറേയായി. അതെ, ഒത്തിരി വർഷമായി. എന്നെ മൂകാംബിക വെച്ചായിരുന്നു ടീച്ചർ എനിക്ക് അരങ്ങേറ്റം ചെയ്യിപ്പിച്ചത്. ടീച്ചറിന് അതൊക്കെ ഓർമ്മയുണ്ട്. അന്ന് ഞാൻ സുഖമില്ലാതെ കിടന്നിട്ട് ഭയങ്കര അസുഖം പിടിച്ചൊരു സമയമായിരുന്നു അന്ന്. അസുഖമൊക്കെ പിടിച്ച് വല്ല വിധേനയാണ് നമ്മൾ മൂകാംബി എത്തിയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാ അനുഗ്രഹത്താലും എല്ലാം നല്ല രീതിയിലൊക്കെ നടന്നു. അങ്ങനെ പഴയ കാര്യങ്ങള്. പിന്നെന്തൊക്കെയാണ് ടീച്ചർ എനിക്ക് ചോദിക്കാനുള്ളത്? ടീച്ചറിന്റെ കൂടെ ഞാൻ കുറെ വർഷമായിട്ട് ഞാൻ ടീച്ചറിന്റെ കൂടെ പഠിക്കുന്നുണ്ട്. ടീച്ചറിന്റെ കൂടെ കുറെ പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈവും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ CD ഇട്ടും ടീച്ചറിനോടൊപ്പം ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ നട്ടുവാങ്കം ടീച്ചർ ചെയ്യുമ്പോൾ പൊതുവെ ഗുരുക്കന്മാരാണ് ഇപ്പൊ ലൈവ് ഓർക്കസ്ട്രയില് അല്ലെങ്കിൽ CD നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും ഗുരുക്കന്മാരാണ് നട്ടുവാങ്കം യൂസ് ചെയ്യുന്നത്. ഇപ്പോ ടീച്ചറാണെങ്കിലും പ്രോഗ്രാം സമയത്താണ് ടീച്ചർ നട്ടുവാങ്കം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത്. അല്ലെങ്കിൽ റിഹേഴ്സലിന് അല്ലെങ്കിൽ ക്ലാസ്സിലാവുമ്പം ടീച്ചർ നമുക്ക് സ്റ്റൂളിലിട്ട് തട്ടിയാണ് ഞങ്ങൾ ഇത്രയും വർഷം ഞങ്ങളെ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഈ ഇടയായിട്ട് ഞാൻ ഇടയ്ക്ക് 2-3 വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായി. അതില് നട്ടുവാങ്കം ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ ചുറ്റി കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ കുട്ടി പോവുകയോ ഇങ്ങനെ അവര് കളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ് ടീച്ചർ? അല്ലെങ്കിൽ അത് പണ്ട് തൊട്ടേ അത് കണ്ടുവരുന്നതാണോ, അത് കുഴപ്പമില്ല എന്ന ഉള്ളൊരു സങ്കല്പമാണോ അതിന്? ഈ നട്ടുവാങ്കം പൊതുവെ ക്ലാസ്സുകളിൽ തന്നെ യൂസ് ചെയ്യുന്നതിനുള്ള ടീച്ചറിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ നമ്മളെ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോഴേ മുട്ടിയും കോലും വെച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാര് പായലിരുന്ന് മുട്ടിയും കോലുമാണ്, സ്റ്റൂളൊന്നുമില്ല. പക്ഷെ അന്നൊക്കെ ടീച്ചർമാർ ചെറുപ്പമായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ടീച്ചറിന് എന്നേക്കാളും ഒരു 10 വയസ്സിന് മൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു 14 വയസ്സുള്ളപ്പോൾ ആ ടീച്ചറിന് 24-25 വയസ്സുള്ളൂ. അപ്പോൾ അത് പായലിരുന്ന് കൊട്ടി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സമ്പ്രദായം, അല്ലെങ്കിൽ സമ്പ്രദായം എന്നല്ല പറയേണ്ട, സാധിക്കും. ഇത്തിരി പ്രായമാകുമ്പോഴാണ് ഇരുന്നെഴുന്നേക്കാൻ മടിയുണ്ടായിട്ടല്ല, ഇരുന്നെഴുന്നേൽക്കുമ്പോൾ പിന്നെ പ്രായം ഇത്തിരി ആയിക്കഴിയുമ്പോൾ താഴെ ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കളിച്ച് കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും അതേ സീറ്റിൽ വന്ന് പിന്നെ ഇരിക്കണം. പിന്നെ കുട്ടികൾ സംശയം ചോദിക്കുമ്പോൾ പിന്നെയും നമ്മൾ എഴുന്നേറ്റ് പോകണം. അപ്പോൾ അതൊരു പ്രായം, ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ എൻ്റെ ടീച്ചർമാരൊക്കെ അന്ന് ഇത്തിരി ചെറുപ്പമായിരുന്നതുകൊണ്ട് അവർക്ക് അതൊന്നൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ കണ്ടു വളർന്നതും ഞങ്ങളെ പഠിപ്പിക്കുന്നതും മുട്ടിയും കോലും പായലിരുന്നിട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജ് കയറുന്ന സമയം അവിടെ കലാമണ്ഡലത്തിൽ അരങ്ങേറ്റവും അതുപോലെ പല പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ വരുമ്പോൾ നട്ടുവാങ്കം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതാണ് നട്ടുവാങ്കം. അപ്പോൾ ഈ ഒരു സാധനം സ്റ്റേജിൽ വന്നിട്ട് തട്ടുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരെയും ടീച്ചർമാർ അവതരണം എല്ലാം ഈ വയലിൻ, വീണ, പിന്നെ ഫ്ലൂട്ട് ഉണ്ടെങ്കിൽ അത്, മൃദംഗം ഒക്കെ കൂടെ അതിൻ്റെ കൂടെ ഇരിക്കുന്ന ഗുരുക്കന്മാർ കൈകാര്യം ചെയ്യുന്നതാണ് നട്ടുവാങ്കം. അപ്പോൾ ഞാനൊക്കെ അങ്ങനെ കളിച്ചിട്ടുള്ളൂ, കണ്ടു വളർന്നതും അങ്ങനെയാണ് ആ സമയത്തൊക്കെ. പിന്നെ ഇപ്പോൾ പക്കാ ഒരു ബിസിനസ്സായിട്ട് തോന്നുന്ന കുറേ ഡാൻസ് ടീച്ചർമാരും ഡാൻസ് മാഷുമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പട്ടിയുടെ പാലിലും ഭരതനാട്യമാണ് ഇപ്പോൾ എന്നേ ഞാൻ പറയൂ. 1 ഐറ്റം 2 ഐറ്റം പഠിച്ചിട്ട് ക്ലാസ് ഇടുന്നവരുണ്ട്. ബേസിക്കായിട്ട് പഠിക്കണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ അറിവില്ലായ്മയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ക്ലാസ്സിനകത്ത് ഈ സാധനം വെച്ചിട്ട് തട്ടി കുട്ടികളുടെ ഇടയിൽ കൂടെ നടന്ന്, അല്ലെങ്കിൽ ഒരു കുട്ടിയാണെങ്കിലും തട്ടി നടക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുട്ടിയുള്ള ഈ കുട്ടിയുടെ കൂടെ ഈ പഠിപ്പിക്കുന്ന ഗുരു ഇത് തട്ടിയും കൊണ്ട് നടക്കുക. കുറേ കുട്ടികളെ കൂടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് തട്ടിയിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയൊരു പലയ കഷ്ണം
അല്ലെങ്കിൽ രണ്ട് കമ്പ്, രണ്ട് കമ്പായാലും ഇങ്ങനെ തട്ടിപ്പഠിപ്പിക്കാം. എന്ത് പറ്റായ എന്താ? ഞാൻ അങ്ങനെ ചെയ്യാറ്. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു 10 കുട്ടികൾ നിൽക്കുമ്പോൾ അതിനകത്ത് കുട്ടികളെ കറക്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇന്ന പോലെ ചെയ്യുമ്പോൾ നമ്മൾ ഇരിക്കുന്നോടൊന്ന് എഴുന്നേറ്റ് 2 കമ്പ് എടുക്കും. 2 കമ്പ് എടുത്തിട്ട് ഇങ്ങനെ തട്ടും. അല്ലെങ്കിൽ ചെറിയൊരു പലയ കഷ്ണം, മുട്ടി എടുക്കാൻ പറ്റില്ല, മുട്ടിക്ക് ഭാരമുണ്ട്, അത് പറ്റൂല. ചെറിയ പലയ ഇത്തിരി കട്ടി ചെറിയ സൈസിലുള്ള അതിൽ തട്ടാം. എന്ത് പറ്റാത്തെന്ത്? അപ്പൊ ഇത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യുക. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരിത് എന്തിനാ ഇങ്ങനെ കാണിക്കുന്ന വെച്ചാൽ ഗുരുക്കന്മാരായല്ലോ. ഗുരുക്കന്മാരാകുമ്പോൾ കുട്ടികളെ നടന്ന് ഇങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ തട്ടി ഇതിങ്ങനെ തട്ടി അവരുടെ ഇടയെ കൂടെയൊക്കെ നടന്ന് അത് കൂടെ വന്ന് ഇത് കൂടെ വന്ന് ഇതൊക്കെ കാണിക്കുന്ന ഇതൊക്കെ പവിത്രമായൊരു സാധനമാണ്. ഈ സാധനം കൈകാര്യം പണ്ട് മുതലൊക്കെ ഉള്ളതാ. ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല ഇതൊന്നും. മനസ്സിലായില്ലേ? പണ്ട് മുതലേ ഉള്ള ഒരു സമ്പ്രദായത്തിനെ മാറ്റിമറിച്ച് ചെയ്യുന്ന കുറെ ഗുരുക്കന്മാര്. പഠിപ്പിക്കുന്നവരെല്ലാവരും ഗുരുക്കന്മാരാണല്ലോ. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഞങ്ങളുടെയൊക്കെ ചെറുതിലെ ഫാസ്റ്റ് ഫുഡൊന്നുമില്ല. ശരിയല്ലേ? നിങ്ങളൊക്കെ ജനിച്ചു വളർന്ന് ഫാസ്റ്റ് ഫുഡ് കണ്ടും വളർന്നും കഴിച്ചിട്ടൊക്കെ പണ്ടുണ്ടായത്. ഞങ്ങളുടെയൊക്കെ ചെറുതിലെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വയസ്സ് കുറേയായി. അപ്പം ഞങ്ങളുടെയൊക്കെ ചെറുതിലെ വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണം തന്നെയുള്ളൂ. അന്ന് ഫാസ്റ്റ് ഫുഡ്, തട്ടുകടകൾ അത് ഇതൊന്നുമില്ല. ഇന്ന് അതല്ല. ഇന്ന് എന്ത് ഫുഡ് വേണോ വീട്ടിലൊന്നും വെക്കണ്ട. ഒരു 11 മണിയാകുമ്പോൾ പല കടകളിലും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉച്ചക്കിലത്തേക്കുള്ളത് വരും, രാത്രിയിലേക്കുള്ളതും വരും. എന്ന് പറഞ്ഞ പോലെ ഈ ഫാസ്റ്റ് ഫുഡ് ഇറങ്ങിയതുപോലെയാണ് ഈ നട്ടുവാങ്കത്തിൻ്റെ കാര്യം എന്ന് ഞാൻ പറയുള്ളൂ. ഇതും വെച്ചും കൊണ്ട് ക്ലാസ് എടുക്കാനുള്ള സാധനമല്ല ഇത്. റിഹേഴ്സലിന് ഇരിക്കാം. റിഹേഴ്സൽ നാളെ പ്രോഗ്രാമാണ്, ഇന്ന് റിഹേഴ്സൽ ഗുരുവിൻ്റെ കയ്യിൽ ഇത് വേണം. പിന്നെ ഞാനാണെങ്കിൽ കുട്ടികൾ CD പെൻഡ്രൈവ് ഒക്കെ ഇട്ട് സ്റ്റേജിൽ കളിപ്പിക്കുകയാണെങ്കിലേ ഞാൻ സ്റ്റേജിൽ ഇത് തട്ടി കൊടുക്കാറുണ്ട്. CD ആണ് ഇട്ടിട്ടുണ്ടാവുക, പക്ഷെ ആ താളത്തിന് ഞാൻ കുട്ടികൾക്ക് ഒന്ന് ഇത്തിരി കേൾക്കാൻ വേണ്ടിയിട്ട് തട്ടും. കാര്യം എന്താ വെച്ചാൽ CD ഇടുമ്പോൾ അതിനകത്തുള്ള മൃദംഗത്തിൻ്റെ ഒച്ച ക്ലിയറായിട്ട് ചില ഭാഗത്ത് വരുന്ന ചില ഇമ്പോർട്ടൻസ്, ചില സ്റ്റെപ്സുകളുടെ വായനയുണ്ട് മൃദംഗത്തിൽ. അതൊന്നും ചിലപ്പോൾ കുട്ടിക്ക് കേൾവിയിൽ കിട്ടിയെന്ന് വരില്ല. ആ കേൾവിയിൽ കിട്ടാത്ത കാര്യം ഇപ്പം ഞാനാണ് സ്റ്റേജിൽ കളിക്കുന്നത്, ഞാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് താളത്തിനെ കുറിച്ച് നല്ല ഇതുള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ വരില്ല. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് അവരത് ശ്രദ്ധിക്കില്ല. അവരെപ്പോഴും ടീച്ചർ തട്ടുന്ന, ക്ലാസ്സിലിരുന്ന് തട്ടുന്നതിൻ്റെ ആ ഒരു രീതിയിലാണ് പിള്ളേരെ കളി. ഞാനിപ്പോൾ കസേരയിലിരുന്നാണ് പഠിപ്പിക്കുന്നത്, സ്റ്റൂളിലിരുന്ന് തട്ടുന്നത്. അതെൻ്റെ പ്രായത്തിൻ്റെയാണ്. എനിക്ക് താഴെ ഇരിക്കാൻ പറ്റും, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല. കുറേ നേരം ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് ചാടി എഴുന്നേക്കണം, കളിച്ച് കാണിച്ചു കൊടുക്കണം. അതല്ല, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഗംഗ ക്ലാസ് ഇടുകയാണെങ്കിൽ പായലിരിക്കണമെന്നേ ഞാൻ പറയുള്ളൂ, സ്റ്റൂളിലല്ല ഇരിക്കണ്ടേ. ഈ പ്രായം വന്ന ടീച്ചർമാരൊക്കെ മിക്കവരും കസേരയില്ല. പക്ഷെ നമ്മൾ കളിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അതേ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ ഇപ്പോഴും കളിച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സാധനം പറഞ്ഞാൽ ക്ലാസ്സിൽ ഞാൻ കളിച്ച് കാണിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും, പറ്റായൊന്നുമില്ല. പക്ഷെ നിരന്തരമായിട്ട് നമുക്കൊരു ഐറ്റം കണ്ടിന്യൂസ് കളിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഒരു 6 മാസത്തെ റിഹേഴ്സൽ വേണം. ഒരു ഐറ്റം എനിക്ക് നാളെ ഇന്ന സ്ഥലത്ത് 2 ഐറ്റം കളിക്കണം. ആ ഐറ്റം ഞാൻ ഒരു 6 മാസം 2 നേരം ഭയങ്കരമായ പ്രാക്ടീസ് ചെയ്യാണ്ട് എനിക്ക് കളിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഫയലിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് വന്നിട്ട് ഇരിക്കുന്ന പരിപാടിയല്ല അത്. ഫയലൊക്കെ നല്ല അറിവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഓഫീസിൽ ട്രാൻസ്ഫർ ആയിട്ട് വേറൊരു ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഫയൽ നോക്കുന്ന ഇരുന്ന് അവിടെ എഴുന്നേറ്റിട്ട് അവർക്ക് ഒരു പരിപാടിയില്ല. നമ്മൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മുടെ ശരീര മസിൽസ് മൊത്തം അടപടലം ഇളകി ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇതാണ്, ഈ നട്ടുവാങ്കം ക്ലാസ്സിൽ തട്ടിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഇതെന്തൊരു എളുപ്പ വഴിയാണ്. ഇത് എളുപ്പ വഴിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇവരൊക്കെ തട്ടി നടക്കണത് കണ്ടപ്പോൾ. അല്ലെങ്കിൽ ഗുഗ്ഗുരുകൾ, ഗുരു എന്ന് ഞാൻ പറയില്ല, ഗുഗ്ഗുരു നടരാജന് മുമ്പ് ജനിച്ചവരാ എന്നേ ഞാൻ പറയുള്ളൂ. ചിലരുടെയൊക്കെ രീതികൾ കണ്ടാണ്ടല്ലോ നടരാജന് മുമ്പ് ജനിച്ചവരുടെ കൂട്ടാണ്. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഞാനൊരു ജഡ്ജ്മെൻറ്റിന് പോയി, ഇത് പ്രേക്ഷകർ ഇത് ശരിക്കും കേൾക്കണം, എനിക്കൊരു ജഡ്ജ്മെൻറ്റിന് ഇരിക്കാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്. ഞാൻ ഇരുന്ന് എന്നെ ഫോണിൽ വിളിച്ച ആളുടെ കുട്ടിക്ക് ഞാൻ കൊടുത്തില്ല. കൊടുക്കാത്ത കാര്യം ഇന്ന കുട്ടിന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ.
ആരുടെ കുട്ടിയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതെന്തുകൊണ്ട് അറിയാത്തെന്ന് ചോദിക്കൂ. എന്തായിരിക്കും ടീച്ചർ? ആ അത് CD ഇട്ട് കളിക്കുമ്പോ ഗുരുവിനെ കാണാൻ പറ്റുമോ? ഇല്ല. CD പെൻഡ്രൈവ് ഇട്ട് കളിക്കുമ്പോ ഗുരുക്കന്മാരെ അറിയാൻ പറ്റുമോ? പ്രത്യേകിച്ച് മോഹിനിയാട്ടം. മറ്റത് ഭരതനാട്യം ആണെങ്കിൽ ഇപ്പൊ ജതി, ഞാൻ ജതി പറഞ്ഞ ഒരുവിധ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാം അറിയാം. അത് സത്യഭാമ ടീച്ചറാണ് ആ ജതി പറയുന്നത്. ആ ഞാൻ ജതി പറഞ്ഞ കേട്ടാ എല്ലാവർക്കും അറിയാം അവരാണ് സത്യഭാമയാണോ പറയണമെന്ന് അറിയാം. പക്ഷെ മോഹിനിയാട്ടത്തിന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്നിട്ട് സമ്മാനം കിട്ടിയില്ല. പക്ഷെ നമ്മളിത് അറിയുന്നില്ല. നമ്മളവിടെ കളിച്ച് കുട്ടിക്ക് കൊടുത്തു. ഏത് സ്ഥലം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏതാ കക്ഷിയെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറയണേ, അതെന്ത് എൻ്റെ കുട്ടിക്ക് കൊടുക്കാതിരുന്നേ? ഞാൻ പറഞ്ഞു, അതാരാ? നിങ്ങൾ ആരാ? ഞാൻ ഇന്ന ആളാ. അത് ശരി, ഇന്ന നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് എനിക്കവിടെ എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കളിച്ച കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, കളിച്ച കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് എടുത്ത വഴിക്ക് പറയണേ, നിങ്ങൾക്ക് നാമമുദ്രകൾ വല്ലതും അറിയാവോന്ന്. നാമം എന്ന് വെച്ചാൽ എന്തെന്നാ? ശിവൻ. നമ്മൾ ഓരോരുത്തരുടെ പേര് പറയുന്നതാണല്ലോ നാമം. നാമം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ പുരാണങ്ങളിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട് അല്ലേ? എല്ലാ രാജാക്കന്മാർക്കും മുദ്രയുണ്ടാ? ഇപ്പൊ ശിവനെയും കൃഷ്ണനെയും മുരുകനെയും ഗണപതിയും വിഷ്ണുവിനെയും ഒക്കെ രാജാക്കന്മാരായിട്ട് കൂട്ടിയിട്ടുണ്ടോ? ഇല്ലില്ല. അവരെ രാജാക്കന്മാർ നമ്മൾ ദൈവമായിട്ട് വെച്ചതാണ്. പക്ഷെ ദുഷ്യന്തൻ അല്ലെങ്കിൽ രുക്മൻ എന്ന് പറഞ്ഞാൽ രുക്മണിയുടെ ബ്രദറാണ് രുക്മൻ. മനസ്സിലായ? രുക്മൻ അല്ലെങ്കിൽ SOR Y ഏത് രാജാക്കന്മാരെ പേര് പറയുമ്പോഴും ഇങ്ങനെ കാണിക്കും, എന്നിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് രാജാവായി. നമ്മൾ ആ ഒരു ഐറ്റം എടുക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ദുഷ്യന്തൻ്റെ എക്സാമ്പിള്, ദുഷ്യന്തനാണെങ്കിൽ ദുഷ്യന്തൻ എന്താ രാജാവായി. ഇതാണ് നാമമുദ്ര എന്ന് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഏത് രാജാക്കന്മാരെ പേര് പറഞ്ഞാലും ഒരുപാട് മുനികളുണ്ട്, കുറേ പുരാണങ്ങളിലുണ്ടല്ലോ. എന്നോട് എടുത്ത് വായിക്ക് ചോദിക്കാനേ, ഞാൻ എത്രയോ വർഷം ഇതിനകത്ത് വരവി നടക്കുന്നതിനെക്കാട്ടിൽ ഒരുപാട് ജൂനിയറാണ് എൻ്റെ അടുത്ത് ചോദിച്ച ആള്. ഒരുപാട് ജൂനിയറാണ്. അല്ലെങ്കിൽ എൻ്റെ അത്ര അറിവില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എനിക്ക് അറിവില്ല എന്നുള്ളത് പലരും, എനിക്കൊരു കേസ് വന്നപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞ് അവർക്ക് എന്തറിയാം, അവർ ഇന്നാളെ കൂടി ഒന്ന് കളിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞിട്ടേ ഇന്ന ആളുടെ കൂടെ അവരൊന്ന് കളിക്കാവോ? എന്ത് കളിക്കാൻ വയ്യാത്തെന്ത്? നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിക്കും. ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചതിന് ശേഷം ചെന്നൈയിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ട്. കുറേ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, കുച്ചിപ്പുടിയും പഠിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടം എനിക്ക് പഠിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. മോഹിനിയാട്ടം ഞാൻ എൻ്റെ സ്വന്തം ഒരു ശൈലി ഉണ്ട് എൻ്റെ മോഹിനിയാട്ടത്തിൽ എനിക്ക്. ഞാൻ കലാമണ്ഡലം ശൈലി എന്ന് വരെ മാറ്റിയിട്ട് പഠിപ്പിക്കുന്ന ഒരാളാണ്. നല്ല വ്യത്യാസമാണ് എൻ്റെ ബോഡി മൂവ്മെൻറ്റ്സിനും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിട്ടൊരു സാധനമാണ്. അപ്പോൾ ഇത്ര വിവരക്കേട് കാണിക്കുന്ന കുറേ ഡാൻസ് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റിന് പോയുമ്പോൾ നിങ്ങൾക്ക് നാമമുദ്ര അറിയാവോ എന്ന് എന്നോട് ചോദിക്കുക. അതായത് കളിച്ചാൽ കൊടുത്തോണം, അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നുമില്ല. അതെങ്ങനെ അങ്ങനെ വരുന്നേ? കളിച്ചാൽ നമ്മൾ കളിച്ച കുട്ടിക്കല്ലേ കൊടുക്കണത്. അത് ഒരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ എല്ലാ സ്റ്റേജിലും കിട്ടിയെന്ന് വരുമോ? ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കുട്ടി ഒരു സ്റ്റേജിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടാവും. ഇതേ ഐറ്റം ആ കുട്ടി വേറൊരു സ്റ്റേജിൽ ആ കുട്ടി തന്നെ കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കളിച്ചൊന്നും വരില്ല. ആ സമയത്ത് അവതരണമാണ്, ആ സമയത്ത് ഈശ്വരാധീനമാണ്, ആ സമയത്ത് വീഴാതെയും തട്ടാതെയും ഒരു അപകടം കൂടാതെയും കുട്ടി കളിച്ചു വരുന്നതാണ് ഈശ്വരാധീനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിൽ സത്യമായിട്ടും ഒരു കുട്ടി കളിച്ച് എല്ലാ ഗുരുക്കന്മാരുടെയും അതേപോലെ ഈശ്വരന്മാരുടെയൊക്കെ അനുഗ്രഹത്താൽ കളിച്ച് നമുക്കിങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പം എന്നോട് ചോദിച്ച ആൾക്കേ എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് കൊടുത്തില്ല എന്ന് പറയാനായിട്ട് ചിലപ്പോൾ ഈ കുട്ടിക്ക് നേരത്തെ കിട്ടി കാണുമായിരിക്കും. അടുത്ത സ്റ്റേജിൽ അത് കളിക്കണമെന്നുണ്ടാ? ഒരിക്കലും ഇല്ല. അപ്പം ഗംഗയ്ക്ക് എല്ലാ സ്റ്റേജും ഒരുപോലെ കളിക്കാൻ പറ്റുമോ? നമുക്ക് ഏകദേശം കളിച്ചിറങ്ങുമ്പോൾ അറിയാം, ഇത്തിരി ഞാൻ ഭേദപ്പെട്ട് കളിച്ചു. ഇനി ഞാൻ കളിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ചില സ്റ്റേജിൽ നമുക്ക് കളിക്കാനേ പറ്റില്ല.
അപ്പോഴത്തെ അവതരണത്തിനാണ് മാർക്ക്. അപ്പം മത്സരമാണ് പ്രധാനപ്പെട്ട മത്സരമാണ് പറയാനുള്ളത്. അതായത് അപ്പോഴത്തെ അവതരണം 10 മിനിറ്റ് ആയാലും 15 മിനിറ്റ് ആയാലും അപ്പോഴത്തെ അവതരണം വന്നു നല്ല ഡീസൻ്റായിട്ട് കളിച്ച് ഇങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ 100% ഈശ്വരാധീനമാണ്. അത് അതേപോലെ ഗുരുക്കന്മാരെ അനുഗ്രഹം. പക്ഷേ ഗുരുക്കന്മാരെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്കും വെറ്റിലയും പാക്കും മേടിച്ച് അടുത്ത അക്കാഡമിയിലോട്ട് പോകണതാണ് ശിഷ്യകൾ. അപ്പം പിന്നെ ഗുരുവിനൊന്നും സ്ഥാനമാനങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു ഇപ്പോൾ. അതൊക്കെ ആയിക്കോട്ടെ, അതിലൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമുക്ക് വരാനുള്ളത് നമുക്ക് വരും. അപ്പോൾ ഗംഗ ചോദിച്ചതിനുള്ള മറുപടി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയോ? കിട്ടിയല്ലോ. അപ്പോൾ ഓക്കെ. ഇനി ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സംശയങ്ങളൊക്കെ ഞങ്ങൾക്ക് തീർത്തു തന്നതിന് വളരെ നന്ദി. നന്ദി. നമസ്കാരം.